എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1750-ാം ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ റിജി റഷീദാണ്. ഇന്നത്തെ ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ റിജി നമുക്ക് ധാരാളം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. വളരെ മറ്റുള്ളവർ കൈവയ്ക്കാത്ത മേഖലകളിലാണ് ഡോക്ടർ യാതൊരു ഇതും കൂടാതെ വൈമനസ്യവും കൂടാതെ വളരെ സന്തോഷപൂർവ്വം നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ വിഷയങ്ങളിലാണ് അറിവുകൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഡോക്ടറുടെ വിഷയവും വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് കഷണ്ടിയും ഹോമിയോപ്പതിയും. കഷണ്ടിയും ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ തന്നെ കഷണ്ടി പുരുഷന്മാർക്ക് മാത്രമല്ല, ചില സ്ത്രീകളിലും കഷണ്ടി പോലെ അങ്ങനെ മുടി കയറി മേളിലോട്ട് കഷണ്ടി പോലെയൊക്കെ ആകാറുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് പ്രയോജനപ്പെടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വളരെ സ്നേഹപൂർവ്വം ഡോക്ടർ റിജി റഷീദിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് തുടങ്ങാം. ഡോക്ടറെ. ഗുഡ് ഈവനിങ് ഓൾ. കഷണ്ടിയും ഹോമിയോപ്പതിയും എന്ന് പറഞ്ഞ പോലെ തന്നെ അസൂയക്കും. മാഡം ഓഡിബിൾ ആണോ? ഞാൻ മാം ഓഡിബിൾ ആണോ? വിസിബിൾ ആണ്, ഓഡിബിൾ ആണ്. അപ്പോ കഷണ്ടിയും ഹോമിയോപ്പതിയും അല്ലെങ്കിൽ അസൂയയും ഹോമിയോപ്പതിയും എന്നുള്ളത് ആക്ച്വലി അസൂയ നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റുന്നുണ്ടോ എന്നുള്ളതല്ല, അതുകൊണ്ട് വരുന്ന ടെൻഡൻസീസ് പോലെ തന്നെയാണ് കഷണ്ടി. പക്ഷെ ആക്ച്വലി നമുക്ക് ഏത് ടൈപ്പ് ഓഫ് അലോപീസി അറിയായിട്ടാണെങ്കിലും നമുക്ക് തുടക്കത്തിലെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സ്റ്റേജസ് മാറുമ്പോൾ നമ്മൾ പറയുന്നത്, ഇപ്പം ചില കേസസിൽ 6 months എടുക്കാം, ചില കേസസിൽ 1 year എടുക്കാം. ക്രോണിക് ആയിട്ടുള്ളതാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്കാൽപ്പ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവറായി വരും എന്നുള്ള കാര്യത്തിൽ, പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിൽ കവറായി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ നമ്മൾ അലോപീസി അറിയായിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് എന്നാൽ അതൊന്ന് പറഞ്ഞു പോകുന്നു. നമ്മൾ 4 types ഓഫ് അലോപീസി അറിയായിട്ട് വന്നിട്ടുണ്ട്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ കോമൺ ടൈപ്പാണ്. അത് വന്നിട്ട് 20-40 വയസ്സിന് ഇടയിൽ പ്രായമുള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ടും കാണുന്നത്. ഇത്തരത്തിലുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ ഓൺഗോയിങ് പ്രോസസ്സിൽ അലോപീസിയ യൂണിവേഴ്സാലിസ്, അതായത് മൊത്തത്തിൽ പോയി വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഏകദേശം 6%. ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരെ നമുക്ക് കിട്ടുമ്പോൾ അതിൽ വരുന്നത്. പിന്നെയുള്ളത് ടൈപ്പ് 2 ആണ്. അതിനകത്ത് അറ്റോപിക് ടൈപ്പാണ് അതിൽ വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 10% ആൾക്കാരാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അത് ചെറുപ്പത്തിലേ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അത് തിരിച്ചറിയാതെ പോകുന്നതാണ്. ചെറുപ്പത്തിലേ സ്റ്റാർട്ട് ചെയ്ത് ഗ്രാജുവലി ഒരു 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 15 വർഷം കൊണ്ടും അത് തിരിച്ചറിയപ്പെടുന്ന തരത്തിലേക്ക് ഒരു കഷണ്ടിയിലേക്ക് മാറും. ഈ ആൾക്കാരിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് ഭാവിയിൽ ഒരു ടോട്ടലി ആ ഒരു ബാലൻസ് വരാനുള്ള സാധ്യത ഇത്തരക്കാരിൽ 75% ആണ് ആ ഒരു പ്രോബബിലിറ്റി പറയുന്നത്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പ്രീ ഹൈപ്പർടെൻസീവ് ടൈപ്പ് ആണ്. അതും ഏകദേശം ഒരു 4 മുതൽ 6% ഒക്കെ നമുക്ക് യങ് അഡൽട്സിൽ കിട്ടാറുണ്ട്. അത് വളരെ പെട്ടെന്നാണ് അതിന്റെ ഒരു ഹെയർ ഫോളിന്റെ റേറ്റ് വരുന്നത്. അവരുടെയും ഈ പ്രോഗ്നോസിസ് നമ്മൾ എടുക്കുമ്പോൾ ഏകദേശം 40% നമുക്ക് ഭാവിയിലെ കഷണ്ടിക്കാരായിട്ട് ഇവർ മാറാറാണ് പതിവ്. ടൈപ്പ് 4 വന്നിട്ട് കമ്പൈൻഡ് ടൈപ്പാണ്. ഇതിലെങ്ങനെയെന്ന് വെച്ചാൽ 40-ന് മേലെ പ്രായമുള്ള ആൾക്കാരാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ മെഡിക്കേഷൻസ് പ്രൊലോങ്ഡ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു കെയറും കൊടുക്കാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരിൽ ഇവരിൽ ഏകദേശം 10%-ഓളമാണ് ഭാവിയിൽ ടോട്ടലി കഷണ്ടിയിലേക്ക് പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ അടുത്ത ടൈപ്പ് നമുക്ക് പിന്നെ ഇതിനകത്ത് നമുക്കൊരു കേസ് കിട്ടുമ്പോൾ നമ്മൾ സ്കാൽപ്പ് എക്സാമിൻ ചെയ്യുന്ന പോലെ തന്നെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസും നമ്മൾ നോക്കേണ്ടതാണ്. ചിലപ്പം അത് ടീനിയ ക്യാപിറ്റൈറ്റിസ് ആയിരിക്കാം, ചിലപ്പം ഏർലി ആയിട്ടുള്ള ലൂപ്പസിന്റെ ആ ഒരു ആരംഭമായിരിക്കാം, സിഫിലിസ് ആയിരിക്കാം. പിന്നെ കൺജനിറ്റൽ ആയിട്ട് ആണ് കിട്ടുന്നത്. ഇപ്പൊ ട്രയാങ്കുലർ അലോപീസിയ അല്ലെങ്കിൽ അലോപീസിയ നിയോപ്ലാസ്റ്റിക്ക, ട്രൈക്കോറ്റിലോമാനിയ അങ്ങനത്തെ ഒക്കെ വരുന്ന കണ്ടീഷൻസ് ആണെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക്
പ്രോഗ്രസ് വരാൻ നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. നിങ്ങൾ ഒരു 1 month എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു 2 month നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ചസ് വിസിബിൾ ആകും. പക്ഷെ ആ വിസിബിൾ ആകുന്ന ചേഞ്ച്, അതായത് കംപ്ലീറ്റ് ആയിട്ട് ബാൽഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ അവിടെയായിട്ട് ഒരു 5 അല്ലെങ്കിൽ 6, 10 ഹെയർസ് പുതിയ ഹെയർ ഫോളിക്കിൾസ് നമ്മളെ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. നമുക്ക് ആ പേഷ്യൻസിനോട് നിങ്ങൾക്ക് പുതിയ ഹെയർ ഫോളിക്കിൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ട് ആയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷെ ഈ പറയുന്നത് തന്നെ അടുത്ത 2 ആഴ്ച കഴിയുമ്പോഴും 4 ആഴ്ച കഴിയുമ്പോഴും അവിടെയും ഇവിടെയുമായി വരുന്നത് നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അത്തരം കണ്ടീഷൻസ് നമുക്ക് ഗ്രോത്ത് അറിയാൻ പറ്റും. അതായത് ഓരോ ആഴ്ച കഴിയുന്തോറും ആദ്യം ഉണ്ടായിരുന്ന മുടി അതിന്റെ ആ ഒരു സ്വാഭാവിക വളർച്ചയും കിട്ടണം, പുതിയ മുടികൾ പുതിയ ഹെയർ ഫോളിക്കിൾസ് റിവൈവ് ചെയ്ത് വരികയും വേണം. ആ ഒരു ഗ്രോത്ത് ആ ഒരു സ്റ്റാറ്റസിൽ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ റുട്ടീൻ ബ്ലഡ് എക്സാമിനേഷൻസും നമ്മൾ ചെയ്യേണ്ടതാണ്. അടുത്ത് നമ്മൾ ഫിലോജിയൻ എഫ്ലൂവിയം എന്നുള്ള കണ്ടീഷനിലാണ്. അതെന്ന് വെച്ചാൽ നമ്മളൊരു നോർമൽ ഹെയർ സൈക്കിളിൽ വരുന്ന ആ ഒരു ഡിസ്റ്റർബൻസ് കൊണ്ടാണ് നമുക്ക് അത് വരുന്നത്. അതും ഈ പറഞ്ഞ മാതിരി ഒരു ഏകദേശം ചെറുപ്പക്കാരുടെ ഒരു അഡൽട്ട് സ്കാൽപ്പ് നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം അനാജൻ ഫേസും ഫിലോജിയൻ ഫേസിന്റെ കാര്യം അറിയാം. 80 to 90% അനാജൻ ഫേസിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ഇവിടെ ഇപ്പം ഏജിന്റെ വ്യത്യാസം അല്ലെങ്കിൽ സെക്സ് ഡിഫറൻസ്, റേഷ്യൽ ഡിഫറൻസ്, സൈറ്റിന്റെ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത മാതിരി നമ്മുടെ ഇന്ത്യൻ ഒരു ഹെയർ അല്ല ഇപ്പം ആഫ്രിക്കൻസിന്റെ ആ ഒരു ഹെയർ, അല്ലെങ്കിൽ അവരുടെ തിക്നെസ്, വോളിയം, ഡെൻസിറ്റി ഇതിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നോർമലി അപ്ലൈ ചെയ്യുന്ന മെഡിസിൻസ് ചിലപ്പോൾ അവർക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നമുക്കറിയാം ലൈബീരിയൻസും അതുപോലെ അതായത് ആഫ്രിക്കൻസ് പൊതുവെയുള്ള അവരുടെ ആ ഒരു ഹെയർ സ്റ്റൈലിംഗ് രീതി നമുക്കറിയാം. അതും ഈ നമ്മൾ കോസ്മെറ്റിക് അലോപീസിയ സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്കതിൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഹെയർ സൈക്കിളിൽ ഈ പറഞ്ഞ മാതിരി ഈ വേരിയേഷൻസ് കൊണ്ട് ഒരു ഏർലി ഡിഫ്യൂസ് ആയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ കൊഴിഞ്ഞു തുടങ്ങുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുമ്പോൾ ആക്റ്റീവ് ഫേസിൽ നിന്ന് ഹെയറിനെ റെസ്റ്റിംഗ് ഫേസിലേക്ക് എടുത്തിടുകയും അത് അവിടെ നിന്ന് ഫുൾ ഔട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പം ഈ ഒരു ഇൻസിഡൻസിൽ നമ്മൾ എന്താണ് കണ്ടീഷൻ, എന്താണ് അതിന്റെ സിംറ്റംസ്, അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. 30 to 60 years ഓഫ് ഏജിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പൊ ഒരാൾക്ക് മുടി വളരണം എന്ന ആഗ്രഹം ഉള്ളത് അത് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ആവാം. ഇപ്പൊ അമ്മേനെ കാണുന്നില്ല, ഇടയ്ക്കൊരു ഒന്നര 2 മാസത്തിനിടയിൽ ഒരു 3-4 തവണ വന്നൊരു അമ്മയുണ്ട്. ഒരു 75 ഉണ്ട് ആ അമ്മയ്ക്ക്. ആ അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ, അതായത് കുറച്ച് ചെളിയൊക്കെ ദേഹത്തായി എന്ന് വെച്ചാൽ എന്തോ ഒരു ഫിനാൻഷ്യലി വെല്ലല്ല എന്നുള്ള രീതിയിൽ ഒരമ്മ. അപ്പൊ ആ അമ്മേനെ കാണുമ്പോൾ നമുക്ക് ആദ്യ കാഴ്ചയിൽ നമുക്ക് തോന്നുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് ഈ പ്രായത്തിൽ മുടിക്ക് മരുന്ന് കഴിക്കേണ്ട കാര്യമുണ്ടോ, എന്തെങ്കിലും വാങ്ങി കഴിച്ചൂടെ. എനിക്ക് തോന്നിയൊരു കാര്യമാണ്, എന്തെങ്കിലും വാങ്ങി കഴിച്ചൂടെ, അല്ലെങ്കിൽ അവർക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടന്നൂടെ എന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പൊ ഈ അമ്മ വന്നപ്പോ ഇത് ക്ലിനിക്കിന്റെ ഒരു നോട്ടീസ് ഇങ്ങനെ ചുരുട്ടി കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കൊണ്ടുവന്നിട്ട് എനിക്ക് പറയണം, ഇത് ഞാൻ പിന്നെ 6 മാസമായിട്ട് എന്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്, ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. മക്കളെ എന്റെ കയ്യിൽ അങ്ങനെ ഒരുപാട് പൈസയൊന്നുമില്ല, പക്ഷെ എനിക്ക് എന്റെ മുടി വളരണം. ആ അമ്മയ്ക്ക് മരുന്ന് കൊടുത്തു. മരുന്ന് കൊടുത്ത് ഒരു 2-3 ആഴ്ചയായപ്പം അമ്മേനെ കാണാനില്ല. ഞാൻ ഇത് മറന്നും പോയി. പക്ഷെ അന്ന് ഞാൻ അമ്മയെ മാക്സിമം ഡിസ്കറേജ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോ ഒരു മഴയത്തെ അമ്മ തിരിച്ചു വന്നപ്പോ ഇവിടെ ഇങ്ങനെ പുതിയ മുടി ഇങ്ങനെ താഴേക്കുണ്ട്. അത് പക്ഷെ വെളുത്ത മുടിയാണുള്ളത്. അകം വശത്ത് കുറച്ച് കറുത്ത മുടികൾ ഇങ്ങനെ പുതിയ ഹെയർ ഫോളിക്കിൾസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം അടുത്ത പ്രാവശ്യം അമ്മ വന്നപ്പം അമ്മയ്ക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, മക്കളെ വെളുത്ത മുടി എനിക്ക് വരണ്ട, കറുത്ത മുടി വരണം. ഓക്കെ, ഈ കറുത്ത മുടി വരാൻ വേണ്ടിയാണ് അമ്മ തിരിച്ചു വന്നത്. അപ്പൊ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ. അപ്പം ആദ്യത്തെ പ്രാവശ്യം പൈസ എനിക്ക് 100 രൂപ തന്നിട്ട് പോയി. ആ 100 രൂപ അവർ വളരെ കഷ്ടപ്പെട്ടാണ് തന്നെന്നുള്ള എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോ 200 രൂപ കയ്യിലുണ്ട്. അതായത് 100 രൂപ മുടി വളരാനും അടുത്ത 100 രൂപ വെളുത്ത മുടി മാറി കറുത്ത മുടി വരാനും. അങ്ങനെയാണ് ആ അമ്മ കൊണ്ടുവന്നത്. ആക്ച്വലി ഞാൻ ആ അമ്മയ്ക്ക് ആസിഡ് ഫോഴ്സ് ആണ് കൊടുത്തത്, വേറെ ഒന്നല്ല, ആസിഡ് ഫോഴ്സ് 30 ആണ് കൊടുത്തത്. അത് ഞാൻ അമ്മയ്ക്ക് ഒരു 2.5 ml ടിങ്ചർ കൊടുത്തിരുന്നു, പൊട്ടൻസി കൊടുത്തിരുന്നു. എന്നിട്ട് അമ്മേനോട് 2 തുള്ളി വീതം
രാവിലെയും രാത്രിയിലും 1 സ്പൂൺ വെള്ളത്തിലെടുക്കാനാണ് പറഞ്ഞിരുന്നത്. അതാണ് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത ആ ഒരു മെഡിസിൻ. വേറെ ഒന്നും ഞാൻ കൊടുത്തിരുന്നില്ല. പിന്നെ ഹെയർ ഓയിൽ സാമ്പിൾ ഏതോ എന്തിന്റെ ഹെയർ ഓയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയുടെ ആ അടുത്ത് കണ്ടിട്ട് ഞാനൊരു ആ ഒരു സാമ്പിൾ ബോട്ടിലും ഞാൻ അമ്മയ്ക്ക് കൊടുത്തിരുന്നു. അടുത്ത പ്രാവശ്യം അമ്മ വരുമ്പോൾ വേറെ ഏതോ ഒരു ഹെയർ ഓയിൽ, ഞാൻ ഹെയർ ഓയിൽ യൂസ് ചെയ്യാറില്ല, അപ്പൊ വേറെ ഏതോ ഒരു ഹെയർ ഓയിലിന്റെ സാമ്പിൾ ബോട്ടിൽ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ എന്നോട് ചോദിച്ചു, മക്കളെ ഇതല്ലല്ലോ ആദ്യം തന്നത്, ഓ കറുത്ത മുടിക്കായിരിക്കും അല്ലേ എന്നും പറഞ്ഞ് ആ അമ്മ രണ്ടാമത്തതും കൊണ്ടുപോയി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് അമ്മ വീണ്ടും വരുമ്പോൾ കുഴപ്പമില്ല, അതായത് വീണ്ടും ഈ കുറെ ഏരിയയിലൊക്കെ പുതിയ കുറ്റിമുടിയൊക്കെ വന്നു. അപ്പൊ ഞാൻ വളരെ സ്നേഹപൂർവ്വം അമ്മയെ നിരുത്സാഹപ്പെടുത്തി വിട്ടു. കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മുട്ടുവേദനയോ തലവേദനയോ കാലുവേദനയോ അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്മ തിരിച്ചു വരണം, ഇപ്പൊ ഇത്ര മുടിയുടെ ആവശ്യമുള്ളൂ, സുന്ദരമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ആ അമ്മേനെ വിട്ടു. അപ്പൊ നമുക്ക് ആക്ച്വലി അർബൻ ഏരിയ, ഞാനത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആ ഒരു കാലഘട്ടത്തിന്റെ ആ ഒരു പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അതായത് ഒരു നാട്ടും പുറത്ത് താമസിക്കുന്ന 70+ ഉള്ള ഒരു അമ്മ, ആ അമ്മയ്ക്ക് മുടി ഉണ്ട്, ഓൾറെഡി മുടി ഉണ്ട്, കുറച്ച് കൊഴിഞ്ഞു പോയതാണ്. എന്നിട്ട് ആ അമ്മ പോലും ആഗ്രഹിക്കുന്നത് എനിക്ക് വെളുത്ത മുടി വേണ്ട, എനിക്ക് കറുത്ത മുടി വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് ഒരു തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാര്യം അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ലൈഫാണ്. നമുക്ക് ഒരു ലൈഫാണ് ഉള്ളത്. ആ ലൈഫിൽ നമ്മൾ എത്ര നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ്. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഒരുപാട് കേസസ് നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ ഈ കിട്ടുന്നതിനകത്ത് ആ ഡിഫറൻസസ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് നമുക്ക് ടീലോജോൺ എഫ്ലൂവിയത്തിൽ തന്നെ പോസ്റ്റ്പാർട്ടം ടീലോജോൺ എഫ്ലൂവിയ നമുക്ക് കിട്ടും. അത് ആ ഒരു 2 to 6 months പീരീഡ് പോസ്റ്റ്പാർട്ടത്തിൽ ആ സമയത്താണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അവർക്കെന്ന് പറഞ്ഞാൽ ആന്റീരിയർ 1/3 ശരിക്കും പറഞ്ഞാൽ ഹെയർ ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഡിഫ്യൂസ് ഹെയർ ലോസ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് പോവുമെങ്കിലും ഈ പോസ്റ്റ്പാർട്ടം ടീലോജോൺ എഫ്ലൂവിയത്തിൽ ആന്റീരിയർ 1/3 നമുക്ക് പോകുന്നത്. ഇത് ഒരു 2 മുതൽ 6 മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ മുടി പോവുകയും ചെയ്യും. ചില കേസസിൽ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും അവർക്കൊരു എന്താ പറയുക മാനസിക സമ്മർദ്ദം ഒന്നും ഇല്ലാതെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കേസാണെങ്കിൽ ചില കേസസിൽ അവർക്ക് വൈറ്റമിന്റെ ആ ഒരു സപ്ലിമെന്റ് മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ. പിന്നെ നമ്മൾ നാട്രമോറോ സെഫിയോ ഇഗ്നേഷ്യോ സാഫിയോ ഇതിൽ ഏതാണെന്നൊന്ന് നോക്കിയിട്ട് നമ്മൾ അതിന്റെ ഒരു 10 ഒരു ഡോസ് മതിയാവും. അത് കറക്റ്റ് ചെയ്ത് പോകാൻ അത് മാത്രം മതിയാവും. ഇനി പോസ്റ്റ് നാറ്റൽ ടീലോ ചില കേസിൽ മെഡിസിൻസ് വേണ്ട, നമുക്ക് വൈറ്റമിൻസ് മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും. പിന്നെ ഉള്ളത് പോസ്റ്റ് നാറ്റൽ ടീലോജൻ എഫ്ലൂവിയമാണ്. അത് വന്നിട്ട് ഇൻഫൻസിനാണ് വരുന്നത്. അത് ഒരു കുഞ്ഞ് ആ ഒരു ഇത് മുതൽ ഒരു 4 മാസം വരെയൊക്കെ ഉള്ള കാര്യത്തിലാണ്. അത് ഒരു 6 months ഒക്കെ ആകുമ്പോഴത്തേക്കും അത് ഈ നമ്മൾ കസ്റ്റം ഡിഫറൻസ് ഉണ്ട്. അതായത് 1 വയസ്സ് കഴിഞ്ഞിട്ട് മുടി കളയുന്ന ആ വിശ്വാസം ഉള്ളവരുണ്ട്, 40 ദിവസം ആകുമ്പോൾ മുടി കളയുന്ന ആൾക്കാരുണ്ട്, ചിലർ 14 days കളയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവർക്ക് ഈ ചില അമ്മമാര് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അതായത് പ്രസവിക്കുന്നതിന് മുമ്പേ തന്നെ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സൗന്ദര്യ മത്സരത്തിന് വിടണം, അല്ലെങ്കിൽ ഒരാൾ എന്റെ കുഞ്ഞിനെ ഒരു തരത്തിലും കുറ്റം പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇവർക്ക് ആക്ച്വലി കൺഫ്യൂഷൻ ആണ്. എന്ത് എണ്ണ തേക്കും എന്നുള്ള കൺഫ്യൂഷൻ ആണ്. നല്ലെണ്ണ തേക്കണമെന്ന് അമ്മായി പറഞ്ഞു, അല്ല ഇത് അതിന്റെ എന്താ കാസ്റ്റർ ഓയിൽ തേക്കണമെന്നുള്ളത് വേറൊരാൾ പറഞ്ഞു, അല്ല ഹോമിയോയിൽ ആർണിക്ക എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു, നാൽപ്പാമരതി തേക്കണം. അങ്ങനെ അപ്പൊ നമ്മൾ പ്രൈമായിട്ട് നമ്മൾ ഇൻഫൻസിനെ കുട്ടികളെ കിട്ടുമ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും അല്ലാതെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം എന്നുള്ളതാണ്. പിന്നെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ടീലോജൻ എഫ്ലൂവിയം ഉണ്ട്. അത് വന്നിട്ട് ആംഫിറ്റമൈൻസും അതുപോലെ തന്നെ അമിനോസാലിസിക് ആസിഡ്, നമ്മൾ എനിലാപ്രിൽ, ഡാനാസോൾ, സിമറ്റിഡിൻ, ഇത് ഇങ്ങനെയുള്ള കൗമാരിൻ, ഇങ്ങനെയൊക്കെ ഉള്ള മെഡിസിൻസ് എടുത്തിട്ട് വരുന്ന ആൾക്കാരാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ ഫസ്റ്റിൽ നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കേസ് ടേക്കിംഗ് എടുക്കുമ്പോൾ നമ്മളുടെ അടുത്ത് വരുന്ന അസുഖം അല്ല മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ കഴിക്കുന്ന മരുന്നുകൾ ചോദിക്കുക. മരുന്ന് ചോദിക്കുമ്പോൾ ജനറിക് നെയിംസ് ഒരുപക്ഷെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും, പക്ഷെ ബ്രാൻഡഡ് കോമ്പിനേഷൻസ് നമുക്ക് ഫെമിലിയർ ആയിരിക്കില്ല. എല്ലാവർക്കും അങ്ങനെ ആണോന്നില്ല. എനിക്ക് എല്ലാ ബ്രാൻഡഡ് കോമ്പിനേഷൻസും ഫെമിലിയർ അല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒന്നുകിൽ അവരോട് സെല് ചെയ്യാൻ പറയും, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പ്രെസ്ക്രിപ്ഷൻ എനിക്കൊന്ന് അയച്ചു തരണം എന്ന് പറയും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അത് നമ്മൾ ആദ്യം റെക്ടിഫൈ ചെയ്യണം. ഈ ഒരു ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ടീലോജൻ എഫ്ലൂവിയം ആ ഡ്രഗ് പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളിനി എത്ര തന്നെ നല്ല മെഡിസിൻസ് അപ്ലൈ ചെയ്താലും
നമുക്കത് ശരിയാക്കി എടുക്കാൻ സാധിക്കില്ല. അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അത് കഴിവതും ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ളത് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ആൻഡ്രോജനറ്റിക് അലോപീസിയാണ്. ഇതും ഈ പറഞ്ഞ മാതിരി ഒരു 20 ഇയേഴ്സ്, ഒരു മെയിൽസിലൊക്കെ ആണെങ്കിൽ ഒരു 20 വയസ്സിന്റെ ആ ഒരു ഇതിലൊക്കെ, ഫീമെയിൽസ് ആകുമ്പോൾ അതൊരു 30 ഇയേഴ്സിലേക്ക് പോകും. അപ്പം ഈ 20 ഇയേഴ്സിലുള്ള മെയിൽ ആണെങ്കിലും 30 ഇയേഴ്സിലുള്ള ഫീമെയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും ഈ പറഞ്ഞ പോലെ ആദ്യം ഇതിന്റെ അവിടെ നിന്നും ഇവിടെ നിന്നും പോവുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ജനറ്റിക് ഫാക്ടേഴ്സ്, ഹോർമോണൽ ഇംബാലൻസ് നമ്മൾ നോക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ആൻഡ്രജൻസ്, അതായത് ഹെയർ ഫോളിക്കിൾസിൽ ആൻഡ്രജൻസിന്റെ ഒരു ആക്ഷൻ, അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുക. ഫീമെയിൽ ഹോർമോണൽ അസേയും അതുപോലെ തന്നെ മെയിൽ ഹോർമോണൽ അസേയും നമുക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്തിരിക്കണം. പിന്നെ ഇതിന്റെ ഈ പറഞ്ഞ മാതിരി മിനിയേച്ചർ ഹെയർസ് വരുന്ന കേസും അത് തടഞ്ഞു വെക്കുന്ന കേസും, അല്ലെങ്കിൽ ആ ബാലൻസ് വന്നിട്ട് മിക്കവാറും ഉള്ള എല്ലാ ബാലൻസും ആനാജൻ ഫേസ് ഷോർട്ടൺ ചെയ്തിട്ട് ടീനേജൻ ഫേസിലേക്ക് ഇടുന്നതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അത് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാനുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹോർമോണൽ തെറാപ്പി, നമുക്ക് അവരുടെ മാതിരിയുള്ള ഹോർമോണൽ തെറാപ്പി അല്ല. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തോ DHEA 6Xന്റെ കാര്യം പറഞ്ഞിരുന്നു. നമുക്ക് ഡിസീസ് കണ്ടീഷൻ, ഇപ്പം സെക്ഷൽ വെൽനെസ്, ഓവറോൾ വെൽബീയിങ്, അതുപോലെ തന്നെ ഹെയറിന്റെ കാര്യത്തിലും നമുക്ക് DHEA 6X യൂസ് ചെയ്യാവുന്നതാണ്. അതൊരു വെൽബീയിങ്ങിനാണ് ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ട്രൈക്കോറ്റില്ലോമാനിയ ഉണ്ട്. ട്രൈക്കോറ്റില്ലോമാനിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ലെങ്കിൽ കടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഡിസോർഡർ ആണ്. അതിപ്പോ ഇവിടെ നിന്ന് തന്നെ ആവണമെന്നില്ല, ഇവിടെ നിന്ന് കിട്ടിയാലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് കിട്ടിയാലും കുഴപ്പമില്ല. അല്ലാതെ അത് നമ്മൾ അടുത്ത് വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ പക്ഷെ അത് ലോക്കലൈസ്ഡ് ആണ്, അത് അവർ എവിടെ നിന്നാണോ എടുക്കുന്നത് അവിടെ നിന്ന് മാത്രമാണ്. അപ്പൊ അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പോലെ തന്നെ സൈക്കോ തെറാപ്പിയോ അല്ലെങ്കിൽ ബിഹേവിയറൽ തെറാപ്പിയോ ഇമ്പോർട്ടന്റ് ആണ്. അത് കൊടുത്തു തന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കണം. പിന്നെ കൺജനിറ്റൽ അലോപീസിയ, അത് ടോട്ടൽ അലോപീസിയാണ്. അതായത് അത് വന്നിട്ട് എട്രിക്ക കൺജനീഷ്യ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് ആണ്. ഇവിടെ ടോട്ടൽ അല്ലെങ്കിൽ പാർഷ്യൽ ലോസ് ആണ് ഉള്ളത്. അപ്പം ഇനിഷ്യൽ ഗ്രോത്ത് തന്നെ ചില കേസസിൽ കാണാറില്ല. അത് ഒരു ഓട്ടോസോമൽ റിസസീവ് ജീൻ കൊണ്ടാണ് നമുക്കത് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുക. അപ്പൊ നമ്മൾ കഴിവതും അത് അങ്ങനെ തന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഫാൾസ് പ്രോമിസസിൽ നമുക്ക് മുന്നോട്ട് പ്രാക്ടീസ് കൊണ്ടുപോകാൻ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മളത് അവരെ പറഞ്ഞു മനസ്സിലാക്കുക. പിന്നെ അവരെല്ലാം ട്രൈ ചെയ്ത് തളർന്ന് നമ്മുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കാം. അങ്ങനെ നമ്മുടെ അടുത്ത് 100% വിശ്വാസം ഉള്ള ഒരു പേഷ്യന്റ്, അതോടൊപ്പം തന്നെ നമുക്ക് ആംബിൾ ആയിട്ടുള്ള ഒരു ടൈം തരാൻ തയ്യാറായിട്ടുള്ള ഒരു പേഷ്യന്റ്, ഒരു ഏത് തരത്തിലാണെങ്കിലും നമ്മളെ 100% ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പേഷ്യന്റ്, ഇങ്ങനത്തെ ഒരു പേഷ്യന്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഹെറിഡിറ്ററി സിൻഡ്രോംസോ അല്ലെങ്കിൽ ഡെഫിഷ്യൻസീസോ ഇംബാലൻസസോ എന്ത് തന്നെ ആണെങ്കിലും നമുക്കത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ന്യൂട്രീഷണൽ ഒറിജിൻ കൊണ്ടുള്ള അലോപീസിയാണ്. ന്യൂട്രീഷണൽ ഒറിജിൻ നമുക്കറിയാം, അയൺ ഡെഫിഷ്യൻസി നമുക്ക് നമ്മുടെ നാട്ടിൽ അനീമിയയും അയൺ ഡെഫിഷ്യൻസിയും വളരെ കോമൺ ആയിട്ടുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കലോറി ഡെഫിഷ്യൻസി ആണ് അവിടെ കൂടുതലായിട്ട്. ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മുടെ മുടിയുടെ നിറത്തിൽ ഒരു വ്യത്യാസം വരുത്തും, അതുപോലെ തന്നെ സ്ട്രക്ചറിൽ ആദ്യം വ്യത്യാസം വരുത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയർ ബൾബിന്റെ ആ ഒരു സൈസിൽ നമുക്ക് ഡിഫറൻസ് വരുത്തും. പിന്നെ റൂട്ട് ഷീറ്റ്സിന്റെ ആ ഒരു ഹെൽത്തിൽ നമുക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ മുടി മൊത്തത്തിൽ കാണുമ്പോൾ ചകിരി പോലെയോ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടോ പൊട്ടിപ്പോകുന്നതോ ആയിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ന്യൂട്രീഷണൽ ഒറിജിൻ നമ്മൾ പലപ്പോഴും ന്യൂട്രീഷൻ നമ്മൾ എത്ര കറക്റ്റ് ആയിട്ട് തന്നെ അഡ്വൈസ് ചെയ്താലും പേഷ്യന്റ് അതേമാതിരി എടുക്കണം എന്നില്ല. അപ്പൊ നമ്മൾ ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ വൈറ്റമിൻ D3 ചെക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അനീമിയയുടെ എല്ലാ ടെസ്റ്റും നമ്മൾ ചെയ്യുന്നു, അതല്ലെങ്കിൽ സിങ്ക് ഡെഫിഷ്യൻസി നമ്മൾ നോക്കുന്നു, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി നമ്മൾ നോക്കുന്നു. അത് എല്ലാ പേഷ്യൻസിനും അഫോർഡബിൾ ആവണം എന്ന് നിർബന്ധമില്ല. അപ്പൊ നമുക്ക് ഒരു വീക്ക്ലി റൊട്ടേഷനിൽ, ഇവിടെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു വീക്ക്ലി റൊട്ടേഷനിൽ വന്നിട്ട്
നമുക്ക് ഈ പറഞ്ഞ എല്ലാ സപ്ലിമെന്റ്സും നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഹോമിയോപ്പതിക്കലി സപ്ലിമെന്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അല്ല ഇപ്പം ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് മെഡിക്കൽ ഫീൽഡിൽ നിന്ന് വരുന്ന പേഷ്യൻസ് നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് അലോപ്പതി സപ്ലിമെന്റ്സ് ഇപ്പം സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ബി കോംപ്ലക്സ് അല്ലെങ്കിൽ വൈറ്റമിൻ D3 60,000 ഇന്റർനാഷണൽ യൂണിറ്റ്, അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സിങ്ക്, അങ്ങനെയുള്ള ഇപ്പൊ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ്. അപ്പൊ ഇങ്ങനെ വരുന്ന വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് യൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സപ്ലിമെന്റ്സ് തന്നെ നമുക്ക് എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇനി വരുന്നത് കോസ്മെറ്റിക് അലോപീസിയ. നമുക്ക് ചെറുപ്പക്കാരായ ആൾക്കാരെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ കോസ്മെറ്റിക് അലോപീസിയ ആണ്. നമുക്കറിയാം പല തരത്തിലുള്ള ഹെയർ സ്റ്റൈൽസ്, അത് നീണ്ട മുടി ചുരുട്ടണം, ചുരുണ്ട മുടി നീട്ടണം, ആ നീട്ടിയ മുടിയിൽ ഇടയിൽ വേവ്സ് വരണം, അല്ലെങ്കിൽ കർലി ആയിരിക്കണം. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് അതെ ഡ്രയർ വെച്ച് തന്നെ അത് ഉണക്കണം. അത് കഴിഞ്ഞ് വീക്കെൻഡിൽ അവർക്ക് എന്താ പറയണ അയൺ ചെയ്ത് തന്നെ പോണം. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ക്ലാസ്സിന് മേലെയുള്ള ആൾക്കാർക്കാണ് അല്ലെങ്കിൽ അവരായിരിക്കും അങ്ങനെയാന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ഓൺലൈൻ ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ട് ഇതൊക്കെ വളരെ ചീപ്പസ്റ്റ് ആയിട്ട്, അതായത് നല്ല ക്വാളിറ്റീസ് ഉണ്ട്, മോശവും ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഇടത്തരക്കാര് മേടിക്കുന്നതൊക്കെ കോസ്റ്റ് കുറഞ്ഞ് അല്ല അങ്ങനെ ഡ്യൂറബിലിറ്റി ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കാതെ വാങ്ങുന്ന റോളർ, അതുപോലെ തന്നെ അയണർ, ഇത് അവര് വീട്ടിൽ തന്നെ, അതായത് എത്ര ചെയ്യണം, എങ്ങനെ ചെയ്യണം, അങ്ങനത്തെ ഒരു ഐഡിയ ഒന്നുമില്ല. അവർക്ക് ആവശ്യമുള്ളപ്പോ അവർ ചെയ്യുന്നു, അവർക്ക് റീലിടാൻ സമയമാകുമ്പോൾ അവർ ചെയ്യുന്നു, അവർ ഫോട്ടോ എടുക്കാൻ സമയമാകുമ്പോൾ ചെയ്യുന്നു. അങ്ങനെ അല്ല. അപ്പൊ അത് നമ്മൾ കഴിവതും അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം കെമിക്കൽ ആപ്ലിക്കേഷൻസ് അതൊരു ഇത് നമ്മൾ കോസ്മെറ്റിക് സെന്റേഴ്സിലും ബ്യൂട്ടി പാർലേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു കെമിക്കൽ ആപ്ലിക്കേഷൻസിന്റെ ഒരു പ്രൊലോങ്ഡ് യൂസ് വന്നിട്ട് നമ്മളെ ഫോളിക്കിൾസിൽ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ആണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മളെ ഹെയർ ഫോളിക്കിൾസ് വന്നിട്ട് അവിടെ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഉണ്ടാക്കി അവിടെ ടെൻഷനായി അവിടെ സ്കാറിങ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അപ്പൊ നമ്മൾ ഒരു പേഷ്യന്റ് വരുമ്പോ ഇത് ഉപയോഗിക്കാൻ പാടില്ല, കെമിക്കൽസ് മുടിക്ക് ദോഷമാണ് എന്ന് പറയുന്നതും കെമിക്കൽസ് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ട് വരും എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും രണ്ടും ഡിഫറെന്റ് ആണ്. ഇപ്പൊ ട്രമാറ്റിക് ട്രാക്ഷൻ അല്ലെങ്കിൽ മാർജിനൽ അലോപീസിയ, കോസ്മെറ്റിക് അലോപീസിയയിലെ ഒരു ടൈപ്പ് ഓഫ് കണ്ടീഷൻ ആണ് ട്രമാറ്റിക് ട്രാക്ഷൻ ഓർ മാർജിനൽ അലോപീസിയ. ഇതിനകത്ത് എന്താണ് വരുന്നതെന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ട് ബ്രെയിഡ്സ് ഒക്കെ കെട്ടുന്ന ആ ഒരു തരത്തില്, അല്ലെങ്കിൽ പോണി ടെയിൽ ടൈറ്റ് ആയിട്ട് കെട്ടുന്നത്, കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് കൊടുത്തതിന് ശേഷം ടൈറ്റൻ ചെയ്യുന്നത്, അങ്ങനെ ഹെയർ പുള്ളി ചെയ്ത് ടൈറ്റ് ആക്കും വേണം നമുക്ക് അവിടെ ട്രാക്ഷൻ ഇത് വരുന്നത്. ഇത് നമ്മുടെ നാട്ടിലും ഉണ്ട്. പ്ലസ് കൂടുതലും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ പുറമേ നിന്നുള്ള ഈ ആഫ്രിക്കൻ ആ ഒരു, ഇപ്പോ ഈ അടുത്ത കാലത്ത് നമ്മുടെ ബിസിനസ് മീറ്റ് ഉണ്ടായിരുന്നല്ലോ, ഇൻഡോ ആഫ്രിക്കൻ ബിസിനസ് മീറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോവളത്ത് വെച്ചിട്ട്. അപ്പൊ അവിടെ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ്, അവിടെയും ഈ പറഞ്ഞ മാതിരി ആ വരുന്ന ആഫ്രിക്കൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മള് ജസ്റ്റ് ഒന്ന് ഹെയർ നമ്മുടെ അടുത്ത് നോക്കാൻ പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കും, പേഴ്സണൽ വിസിറ്റിലാണ് നോക്കാൻ പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കുമ്പോ തന്നെ അവരിങ്ങനെ തല ഇങ്ങനെ താഴേക്ക് താഴ്ത്തുമ്പോ തന്നെ ആ സ്കാൽപ്പ് നമ്മൾ കാണുന്നത് കംപ്ലീറ്റ് വൈറ്റ് പാച്ചസോട് കൂടിയാണ് ആ സ്കാൽപ്പ് നമുക്ക്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 7 ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഫീമെയിൽസ് ആണെങ്കിൽ ഈ ഒരു പാച്ചി ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മെയിൽസ് ആണെങ്കിൽ വന്നിട്ട് ബാക്ക് സൈഡിൽ വന്നിട്ട് ഇങ്ങനെ ചെറിയ ഇറപ്ഷൻസോട് കൂടി ഇച്ചിങ് അല്ലെങ്കിൽ സ്കെയിൽസോട് കൂടിയാണ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവര് ആ ഒരു തരത്തിലുള്ള വിക്സും ബാക്കി കാര്യങ്ങളും യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ ഹൈജീനിന്റെ ഇഷ്യൂ, പിന്നെ അവരുടെ ആ ഒരു ജനറ്റിക് ഇഷ്യൂ, റേഷ്യൽ ഇഷ്യൂ. അപ്പൊ അവർക്ക് വന്നിട്ട് ഇവിടെ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലത്തെ ആ ഒരു രീതിയിൽ നമുക്ക് മെഡിസിൻ കൊടുക്കാൻ സാധിക്കില്ല. എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഡിഫറെന്റ് ആണ്. പിന്നെ അവർ കുറച്ച് സെൻസിറ്റീവ് ആണ്. അപ്പം അവരുടെ ഡൗട്ട്സ് ബാക്കി കാര്യങ്ങൾ അതിനകത്ത് ഡിഫറൻസ് ഉണ്ട്. ഇനി ബ്രഷ് റോളർ അലോപീസിയ, അത് നമുക്കറിയാം. ചില ആൾക്കാർക്ക് ഈ എത്ര ചുരുട്ടിയാലും ചുരുളക്കം മതിയാവില്ല. ആകെ 5 മുടിയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് 50,000 പ്രാവശ്യം ചെയ്യാനും എന്തോ ഒരു മനസ്സമാധാനക്കേടാണ്. അങ്ങനത്തെ ആൾക്കാർക്കാണ് ഈ ബ്രഷ് റോളർ അലോപീസിയ. പിന്നെ വേറൊരു ടീമുണ്ട്, കെട്ടിയ ഒരാഴ്ചയിൽ അത് അങ്ങനെ തന്നെ അവിടെ തന്നെ ഇരുന്നോളും. അത് ഇനി അവിടെ തേനീച്ച കൂട് കൂട്ടിയാലും
ഇവരറിയില്ല. അവര് സ്കാൽപ്പ് എക്സാമിനേഷൻ ചെയ്യാൻ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ എല്ലാം മാറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ വിചാരിക്കും ഒരു സോപ്പും ഒരു തോർത്തും അല്ലെങ്കിൽ ഒരു ഷാമ്പുവും തോർത്തും വാങ്ങിക്കൊടുത്താലോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോ. അങ്ങനെ വരുന്നവരും ഉണ്ട്. പിന്നെ ഇവിടെ ഇല്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടീമിന്റെ മീൻസ് ആ ഒരു കൾച്ചറൽ ഡിഫറൻസിൽ ഹോട്ട് ഫോം അലോപീസിയ ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും അത് കാണാറില്ല. ഇത് ചൂടാക്കി എടുത്തിട്ട് ആ പ്രോസസ്സ് ചെയ്യുന്നത് വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മള് പഴയ കാലത്തൊക്കെ അതുണ്ട്. ഇപ്പൊ നമ്മള് ലീച്ച് വെച്ചിട്ട് ബ്ലഡ് ലെറ്റിംഗ് ചെയ്യുന്ന പോലെ അതിപ്പോഴും ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. ആയുർവേദ ഹോസ്പിറ്റൽസിൽ ചില സ്ഥലത്തൊക്കെ വെരിക്കോസ് വെയിൻ അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അറ്റകൈ പ്രയോഗങ്ങൾ നടത്തി വല്ലപ്പോഴും റയറായിട്ട് കിട്ടുന്ന ഹോട്ട് ഫോം അലോപീസിയ വരാറുണ്ട്. പിന്നെ ബ്രഷ് അല്ലെങ്കിൽ മസാജ് അലോപീസിയ ചെയ്തിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്കിത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു സ്കാൽപ്പ് മസാജറാണ് ഈ കാണുന്നത്. അതായത് കെയർ സ്മിത്ത് എന്ന് പറഞ്ഞ അവരുടെ ഒരു സ്കാൽപ്പ് മസാജറാണ്. ഇത് വന്നിട്ട് ഇതില് 3 മോഡ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് നമ്മൾ സർക്കുലറോ ആന്റി സർക്കുലറോ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഈ 3 മോഡും നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഡാൻഡ്രഫ് ഉള്ള ഒരാളോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് ഇളക്കി മാറ്റി ക്ലീൻ ചെയ്ത് അടുത്ത് വീണ്ടും ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ആക്ച്വലി വ്യാപകമായിട്ട് സൈറ്റിലും ബാക്കി എല്ലാ സ്ഥലത്തും പരസ്യം വരുന്നുണ്ട്. അപ്പൊ ഞാനിത് കാണിക്കാൻ കാര്യം വേറൊന്നുമല്ല. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞ സിനിമയില് ജയറാമിന് ഭാവന വളർത്താൻ വേണ്ടി സംയുക്ത വർമ്മ ജയറാമിനെ പറ്റിച്ചിട്ട് ഒരു മസാജർ കൊടുത്തിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോ ഈ കണ്ട ഈ ഒരു മസാജർ നമ്മൾ എന്താണോ ഇപ്പം നമുക്ക് ഒരു സ്റ്റിമുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റെജനുവേഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ റിലീവർ ആയിട്ട് യൂസ് ചെയ്യാം. സ്കാൽപ്പിന് നമുക്ക് നല്ല രീതിയിൽ മസാജ് കൊടുക്കാം. പക്ഷേ ആ മസാജ് കൊടുക്കുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ബ്രഷ് ഓർ മസാജ് അലോപീസിയയിൽ എങ്ങനെ ഇത് 24 മണിക്കൂർ ഇത് തന്നെ ജോലി. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതൊന്ന് പേഷ്യന്റിനെ നമ്മൾ മരുന്ന് കൊടുത്ത് വന്ന മുടികളുണ്ടല്ലോ അതും ഇങ്ങനെ പ്രൊലോങ്ഡ് യൂസിൽ അത് കൊഴിഞ്ഞു പോകും. കാരണം അതിന് ആ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് ആ ട്രാക്ഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അത് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ അപ്പൊ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ അപ് ടു വാട്ട് എക്സ്റ്റെന്റ് എന്നുള്ള ഒരു ലിമിറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രഷർ അലോപീസിയ പറഞ്ഞു. പിന്നെ നമുക്ക് നമ്മുടെ ക്ലിനിക്കുകളിൽ കൂടുതലും കിട്ടുന്ന ലേഡീസിന്റെ സൈഡിൽ നമുക്ക് കൂടുതലും കിട്ടുന്നത് ഹൈപ്പോ തൈറോയിഡിസം റിലേറ്റ് ചെയ്തിട്ടുള്ള അലോപീസിയ നമുക്ക് കിട്ടാറുണ്ട്. അതായത് ഡിഫ്യൂസ് അലോപീസിയ ഓഫ് എൻഡോക്രൈൻ ഓറിജിൻ അതാണ് നമുക്ക് ആ കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ അതിന് പ്രൈമറി നമുക്ക് കിട്ടുന്നത് അല്ല, പക്ഷെ എന്നാലും പ്രൈമറി നമ്മൾ സാധാരണ പറയുന്നത് ഹൈപ്പോ പിറ്റ്യൂട്ടറി സ്റ്റേറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. അതായത് പിറ്റ്യൂട്ടറി ലെവൽസിന്റെ ആ ഒരു വേരിയേഷൻ കൊണ്ട് ഇവർക്ക് ആക്ച്വലി തലയിൽ മാത്രമല്ല പ്യൂബിക് ഏരിയയിലും ആക്സിലയിലും ഒക്കെ വന്നിട്ട് ടോട്ടലി ഒരു ഹെയർ ലോസ് ഉണ്ടായിരിക്കും. നല്ലൊരു മഞ്ഞിച്ച നിറത്തിലുള്ള ഒരു സ്കിൻ ആയിരിക്കും ഇവർക്ക്. അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈ സ്കിൻ ആയിരിക്കും. ഇനി ഹൈപ്പോ തൈറോയിഡിസം നമ്മൾ TSH മാത്രം നോക്കിയല്ല TFT തന്നെ നമ്മൾ നോക്കണം. അതിലെ TSH വേരിയേഷൻസ് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പ്ലസ് അതിന്റെ കൂടെ നമ്മൾ മെഡിസിൻസ് കൊടുക്കുമ്പോൾ മാത്രമാണ് അതിനൊരു ആക്ഷൻ സാധാരണയായിട്ട് കാണാറുള്ളത്. അപ്പൊ ഇവരെ മുടിയും ഈ പറഞ്ഞ പോലെ വരണ്ട് പെട്ടെന്ന് പൊട്ടുന്ന ഒരു ലസ്റ്റർലെസ് ആയിട്ടുള്ള അങ്ങനത്തെ ആ ഒരു ഹെയർ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇവിടെയും ഈ പറഞ്ഞ മാതിരി ആക്സിലെന്നും അല്ലെങ്കിൽ ഐബ്രോസിൽ നിന്നും ഒക്കെ പോവാറുണ്ട്. ഈ പറഞ്ഞ കേസിലും അനാജൻ ഫേസിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് തന്നെ കിലോജൻ ഫേസിലേക്ക് എടുത്തിടാറാണ് പതിവ്. അല്ലെങ്കിൽ അത് നമ്മൾ പ്രിമച്വർ കാറ്റാജൻ എന്നും നമുക്ക് പറയാം. ഈ ഒരു ഫേസിൽ അപ്പൊ നമ്മൾ ഈ കേസിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളടുത്ത് പേഷ്യന്റ് വന്നു, നമ്മൾ TSH ലെവല് കറക്റ്റ് ചെയ്തു, നമ്മളുടെ ആ ഒരു ട്രീറ്റ്മെന്റ് ഡ്യൂറേഷനിൽ ഇരിക്കുമ്പോൾ അവരുടെ ഹെയർ ലോസ് കൺട്രോൾ ആയി അല്ലെങ്കിൽ ഹെയർ ഫാള് ശരിയായി ഹെയർ റീഗ്രോത്ത് വന്നു തുടങ്ങി. അപ്പോഴും അവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമല്ലോ, ഏറ്റക്കുറച്ചിലായിട്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഇത് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അത് കൺട്രോൾ ആക്കി എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ TSH കൺട്രോൾ ആക്കി എടുക്കുന്ന എപ്പോഴൊക്കെ നിങ്ങളുടെ TSHന്റെ വാല്യൂല് ഡിഫറൻസ് വരുമോ അപ്പോഴൊക്കെ നിങ്ങൾ ഒരു അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മെയിൻറ്റെയിനിങ് ഡോസ് നിങ്ങളുടെ ഹെയറിന് കൂടെ കൊടുക്കുക എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി തന്നെ വരണം. അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ഇൻകംപ്ലീറ്റ് ആയിരിക്കും.
അതായത് നമ്മള് അപ്പൊ മുടിയൊക്കെ വന്ന് ഒരു സന്തോഷമായിട്ട് പോയി. തീർച്ചയായിട്ടും ഒരു 6 months 1 year ആകുമ്പോൾ അവർ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് അവർ ഡോക്ടറെ മരുന്ന് എടുത്തോണ്ടിരുന്നപ്പോ കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് പിന്നെ അപ്പൊ ഡോക്ടർ പറഞ്ഞില്ലല്ലോ, ഇപ്പൊ എന്റെ മുടി വീണ്ടും ദാ പഴയ പോലെ ആയി എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അവരോട് നമ്മുടെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി പോയി കഴിഞ്ഞാലും ഇപ്പൊ സ്റ്റോണിന് മരുന്ന് വാങ്ങാൻ വരുന്നവരുണ്ട്. അവര് സ്റ്റോൺ എക്സ്പെൽ ചെയ്ത് പോയി നമ്മൾ ആഫ്റ്റർ സ്കാൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരോട് പറയാറുണ്ട്, നിങ്ങളൊരു മെയിൻറ്റെയിനിങ് ഡോസ് വൺസ് ഇൻ 3 months ഓർ വൺസ് ഇൻ 6 months നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം. അല്ലെങ്കിൽ ഒരു പ്രിവെന്റീവ് മെഷർ എന്നുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇപ്പൊ ഹൈപ്പർ കൊളസ്ട്രീമിയ, ട്രൈഗ്ലിസറൈഡ്, അതുപോലെ LDL ഒക്കെ കൂടി മരുന്നെടുക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ട് മരുന്ന് കൊടുക്കുന്നില്ല ഇവിടെ. ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്നുള്ള രീതിയിൽ ഒരു മാക്സിമം ഒരു 6 weeks അതിനപ്പുറം നമ്മൾ കൊടുക്കാറില്ല. ആ 6 weeksനുള്ളിൽ തന്നെ കൺട്രോൾ ആവുന്ന മാത്രമല്ല, ഒരു 2 weeks ഒക്കെ ആകുമ്പോൾ തന്നെ കൺട്രോൾ ആവും. ബാക്കി വന്നിട്ട് മെയിൻറ്റെയിനിങ് ഡോസ് ആണ്. ആ മെയിൻറ്റെയിനിങ് ഡോസ് കൊടുക്കുമ്പോഴും നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ വൺസ് ഇൻ 3 months ബിക്കോസ് യു ആർ ടേക്കിംഗ് ഫാറ്റ് ഫുഡ്സ് ഒക്കെ നിങ്ങൾ എടുക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ഡയറ്റ് ആൻഡ് റെജിമെൻ വീണ്ടും പഴയ പോലെ ആവും. അപ്പൊ അങ്ങനെ ആവുന്ന അവസരത്തിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ന് പറയുന്ന പോലെ ഹൈപ്പോതൈറോയിഡിസം റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫ്യൂസ് അലോപീസിയ കേസ് നമ്മുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ നമ്മളത് പറഞ്ഞു തന്നെ ഇടണം. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം കേസിൽ നമുക്ക് കിട്ടാറുണ്ട്. ലൈക്ക് ദ സെയിം വേ ഹൈപ്പോ പാരാതൈറോയിഡിസം കിട്ടാറുണ്ട്. ഡയബറ്റിസ് മെലിറ്റസ് നമുക്കറിയാം. അതായത് ഡയബറ്റിസ് ഇപ്പൊ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡിസോർഡർ, ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഡയറക്ട്ലി ആ ഒരു ലിങ്കേജ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ഒരു പക്ഷെ അവർ ഡയബറ്റീസിന് എടുക്കുന്ന മെഡിസിൻസ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടായിരിക്കാം. ഡയബറ്റീസ് കുറെ കാലമായിട്ട് ഉണ്ടായിരുന്നിട്ട് വരുന്ന കോമോർബിഡാലിറ്റീസ് അവരെടുക്കുന്ന മെഡിസിൻസിന്റെ ആ ഒരു ബുദ്ധിമുട്ടായിരിക്കാം. അല്ല എങ്കിൽ ഇവർക്ക് എങ്ങനെ ഡയബറ്റീസ് വന്നു എന്നുള്ളതാണ്. മിക്കവാറും സ്ത്രീകളിൽ നമ്മൾ ചോദിക്കുമ്പോൾ അല്ല, അത് രണ്ട് സെക്സിലും ഉണ്ടെങ്കിലും സ്ത്രീകളിലാണ് കൂടുതൽ. സപ്രഷൻ ഓഫ് ഇമോഷൻസ് ഒരു വലിയ ഘടകമാണ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഭർത്താവിന്റെ അടുത്ത് ഭാര്യ എങ്ങനെ അല്ലെങ്കിൽ അതൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം പറയുന്ന ഡയലോഗ് മിക്കവാറും ഇങ്ങനെ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ, കുഴപ്പമൊന്നുമില്ല. പ്രതികരണ ശേഷി ഇല്ല എന്നുള്ളതാണ് ഇവർ ഈ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത്. അതായത് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും അപ്പം മറുപടി പറയുന്നില്ല, പോയി കരയുന്നു, അല്ലെങ്കിൽ 2 പാത്രം എടുത്ത് താഴെ ഇടുന്നു, വേറെ എന്തെങ്കിലും ചെയ്യുന്നു. ആ ഭർത്താക്കന്മാരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇന്നും ഞാൻ 3-4 ആൾക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ ദേഷ്യപ്പെടുകയോ കരയുകയോ ഒന്ന് ഒച്ചയിട്ട് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അത് താങ്ങാനുള്ള ശേഷി നിങ്ങൾക്കില്ല എങ്കിൽ ഒരു 10-15 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ ഫൈബ്രോയിഡ് ആയിട്ടും തൈറോയിഡ് ആയിട്ടും ഡയബറ്റീസ് ആയിട്ടും PCOD ആയിട്ടും നിങ്ങൾ കയറി ഇറങ്ങി നടക്കും. ഓക്കെ, ആ സമയത്ത് നിങ്ങളെ ഇപ്പൊ ഉള്ള കൂടെയുള്ള ബന്ധുക്കളും ഫ്രണ്ട്സോ ബാക്കി ആരും ഉണ്ടാവാറില്ല. അപ്പൊ നമ്മളെ പേഷ്യൻസിന്റെ അടുത്ത് നമ്മൾ എക്സ്പ്രസ് എന്താണോ അവരുടെ ഫീലിങ്സ് അത് അവർ എക്സ്പ്രസ് ചെയ്ത് തന്നെ മതിയാവും. അല്ലാതെ മറ്റൊരാളെ ഹർട്ട് ചെയ്യും എന്ന് വെച്ച് ആ ഒരു കേസ് നമ്മൾ ഇതിനകത്തും ഉണ്ട്. പിന്നെ ഓറൽ കൺട്രാസെപ്റ്റീവ്സ് എടുക്കുന്ന ഇപ്പൊ നമുക്കറിയാം, ഇത് ചെറിയ കുട്ടികൾക്ക് പോലും ഇപ്പൊ എന്തെങ്കിലും ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഉണ്ടെങ്കിൽ ഐപില്ല് കഴിച്ചാൽ അത് സേഫ് ആണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു കാലഘട്ടം ആണ് ഇപ്പൊ. അവര് വളരെ കൂളായിട്ടാണ് ചോദിക്കുന്നത്, ആന്റി അത് പിന്നെ ഐപില്ല് അതിൽ എഴുതിയിട്ടുണ്ട് 72 hours ഓർ 74 hours ആണെന്ന് തോന്നുന്നു, 72 hours അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് ഒത്തിരി ലേറ്റായ കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ എന്റെ അടുത്ത് അതായത് ഞാൻ വളരെ കാര്യമായിട്ട് വെച്ചിരുന്ന ഒരു കൊച്ച് ഒരു ദിവസം അതിന്റെ അമ്മ ഇല്ലാതിരുന്നപ്പോ എന്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്, ആന്റി ഒരു പ്രാവശ്യം ഇന്ന് ഐപില്ല് കഴിച്ചു, ഓക്കെ, എന്നിട്ട് അടുത്ത ദിവസം വീണ്ടും സെക്സ് ഉണ്ട്, ഓക്കെ, അപ്പം എന്നാ പിന്നെ തലേന്ന് കഴിക്കണോ അതിന്റെ പിറ്റേ ദിവസം കഴിച്ചോ? 2-3 പ്രാവശ്യം കഴിഞ്ഞിട്ട് 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതിയോ? കോളേജിൽ നിന്ന് ടൂർ ഉണ്ട് എന്ന് ചോദിക്കുന്ന പിള്ളേരുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഞാൻ അതുവരെയും വളരെ ഒരു ഹൈറ്റിൽ വെച്ചിരുന്ന ഒരാള് എന്റെ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ, പക്ഷെ ഞാൻ പുറമെ അതൊന്നും പ്രകടിപ്പിച്ചില്ല. ബിക്കോസ് അത് അവരുടെ ലോകമാണ്. അപ്പൊ എനിക്ക് പറയാൻ പറ്റുന്ന തരത്തിൽ ഞാൻ അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഡിസ്കറേജ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഓറൽ കൺട്രാസെപ്റ്റീവ്സ് എടുക്കുമ്പോൾ അതും വന്നിട്ട് നമ്മൾ ഏതാണ് എടുക്കുന്നത്, എങ്ങനെയാണ് എടുക്കുന്നത്, അതുപോലെ ബ്ലഡ് തിന്നേഴ്സും ബാക്കി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി കെമിക്കൽ ഒറിജിൻ, ഇപ്പൊ നമുക്കറിയാം താലിയം എന്ന് പറഞ്ഞ നമുക്കുണ്ടല്ലോ. അപ്പം താലിയം ആക്ച്വലി
എന്തെങ്കിലുമൊക്കെ രോഗം വന്നതിന് ശേഷം ഭയങ്കര റാപ്പിഡായിട്ട് എളുപ്പത്തിൽ കൊഴിയുന്ന മുടിക്ക് കൊടുക്കാം എന്നാണ് ശരിക്കും നമ്മളെ താല്യം പൊതുവെ പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഒരു അലോപീസിയ കേസിലാണെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു വീക്കിലോ അല്ലെങ്കിൽ ഒരു 2-3 ഡോസോ താലിയം നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ താലിയം വന്നിട്ട് ഡയറക്റ്റ് എക്സ്പോഷർ നമുക്ക് കിട്ടുന്നോ ഇല്ലേ, മീൻസ് പേഷ്യൻസിന് കിട്ടുന്നോ ഇല്ലേ എന്നുള്ളതല്ല. പക്ഷെ ഈ പെസ്റ്റിസൈഡ്സും ബാക്കിയുള്ളതൊക്കെ ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്ന ക്രോപ്സ് ഉണ്ടല്ലോ, ആ ക്രോപ്സിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കെരാറ്റിനൈസേഷൻ, അത് ഹെയർ ഗ്രോത്തിന്റെ ആ സൈക്കിളിലെ കെരാറ്റിനൈസേഷൻ അത് ബാധിക്കും. അപ്പൊ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ തൈറോയ്ഡ് ടോക്സിക്കോസിസ് കേസസ് ഉണ്ടല്ലോ, അതിനകത്ത് വന്നിട്ട് തൈറോയ്ഡ് ആന്റാഗോണിസ്റ്റിക്സ് ആണ് അവിടെയുള്ളത്. അവിടെയും ഈ പറഞ്ഞ പോലെ ഡിഫ്യൂസ് അലോപീസിയ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആന്റി കൊയാഗുലൻസ് എടുക്കുന്ന ആൾക്കാർ, നമ്മൾ ബാക്കി മെഡിസിൻസ് ഒക്കെ ധൃതിയിൽ നമുക്ക് അത് നിർത്തിക്കോളൂ ഇത് നിർത്തിക്കോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊലോങ്ഡ് യൂസിൽ നിർത്താം എന്ന് പറയുന്ന പോലെ ആന്റി കൊയാഗുലൻസ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഹെപ്പാരിനോയിഡ്സ്, കമാരിനൊക്കെ എടുക്കുന്ന ആൾക്കാരിൽ അവരോട് നമ്മൾ പറയാ നിങ്ങൾക്ക് അലോപീസിയ വരാനുള്ള സാധ്യത, അതായത് കൂടുതലായിരുന്നു, നിങ്ങൾ അത് എടുത്തെടുത്താണ് നിങ്ങൾക്ക് ഈ അലോപീസിയ വന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഡിഗ്രി ഇപ്പം ഇത്രയിലാണ്, നിങ്ങളെ ഒരു നോർമൽ ക്ലബ് ഹെയർസിന്റെ ആ ഒരു ഇന്റർവെൽ 2 to 3 months ആഫ്റ്റർ ദ മെഡിക്കേഷൻ ആണ്. അപ്പൊ അത് നമ്മൾ അങ്ങനെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. എന്നിട്ടും അവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് അവർ വില്ലിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ആന്റി കൊയാഗുലൻസ് പ്രെസ്ക്രൈബ് ചെയ്ത ഡോക്ടേഴ്സിനോട് ഇതിന്റെ ഓവർ ഡോസേജ് ആണ് കൂടുതലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പൊ അതായത് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു പിന്നെ അത് ഇനി അതായത് ഒരു പ്രൊലോങ്ഡ് ഇയേഴ്സിൽ അത് വരാതിരിക്കാൻ വേണ്ടി വീണ്ടും മെഡിസിൻസ് എടുക്കുന്ന ആ ഒരു കേസസിലാണ് നമുക്ക് സാധാരണ ഇതിങ്ങനെ കിട്ടുന്നത്. അപ്പൊ ഇത്രയും ടൈപ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി വന്നിട്ട് നമുക്ക് ഒരു 3-4 കോമ്പിനേഷൻസ് നമുക്കൊന്ന് നോക്കാം. ഹെയറിന്റെ കോമ്പിനേഷൻസ് നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പൊ ഫീമെയിൽ ഇപ്പം നമുക്ക് വന്നിട്ട് ഫീമെയിൽ കോമ്പിനേഷൻ നോക്കാം. റെയിനി സീസൺ ആണല്ലോ ഇപ്പൊ എല്ലാ സ്ഥലത്തും മഴയാണല്ലോ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ മഴക്കാലം ആ ഒരു ഹെയർ കെയർ ഇമ്പോർട്ടന്റ് ആണ്. താരനും ബാക്കിയുള്ളതൊക്കെ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇപ്പൊ നനഞ്ഞ മുടി എന്ന് പറയുമ്പോൾ അവര് കുളിച്ചിട്ട് വന്ന ആ ഒരു ഈറൻ മാത്രമല്ല, മഴത്തുള്ളി നനഞ്ഞാലും ബാക്കിയുള്ള കാര്യങ്ങളും ഈ പറഞ്ഞ പ്രോസസ്സ് തന്നെ വരാം. അപ്പൊ നമുക്ക് ഈ എന്താണ് പറയുക, റോസ മെറിനസ് എന്ന് പറഞ്ഞ അത് എല്ലാവർക്കും നമ്മൾ മരുന്നായിട്ട് എടുക്കുന്നതല്ല, അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ റോസ മെറിനസ് വന്നിട്ട് ഒരു റോസ് മെറിനസ് 30 അതിന്റെ ടിഞ്ചർ നമുക്ക് കിട്ടും. റെയിനി സീസൺ ആയതുകൊണ്ട് ടിഞ്ചർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് 30, ലൈക്കോ 30, ആസിഡ് ഫോസ് 30, ഇത് 30 നമുക്ക് BD ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഈ ഒരു സീസണിൽ വന്നിട്ട് 1 വീക്ക്, ഒരു 2 to 3 വീക്ക് ഇന്റർവെല്ലിൽ നമുക്ക് 1 വീക്ക് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. വലിയ കുഴപ്പമില്ലാതെ അല്ലെങ്കിൽ ഒരു വലിയൊരു ഹെയർ ഫോൾ ഇല്ലാതെ ഈ ഒരു റെയിനി സീസൺ ക്രോസ് ചെയ്ത് പോവാൻ അത് അവരെ തീർച്ചയായിട്ടും സഹായിക്കും. പിന്നെ ഉള്ളത് ഫീമെയിൽ ഹെയർ ഫോൾ കോമ്പിനേഷനിൽ വന്നിട്ട് ഈ പറഞ്ഞ മാതിരി ഏതൊരു ഫീമെയിൽ ഹെയർ ഫോൾ കിട്ടുമ്പോഴും ആസിഡ് ഫോസ് 30 നിർബന്ധമായിട്ടും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വീസ്ബാഡൻ 30 കൊടുക്കാറുണ്ട്. ഈ റോസ മെറിനസ് 30 കൊടുക്കാറുണ്ട്. ചൈന 30 കൊടുക്കാറുണ്ട്. ഇത് അത്രയും സിവിയർ ആണെങ്കിൽ വന്നിട്ട് ഇന്റർമിറ്റന്റ് ആയിട്ട് രാവിലെ ഒരു പൊട്ടൻസി, ഉച്ചയ്ക്ക് ഒരെണ്ണം, വൈകിട്ട് ഒരെണ്ണം, രാത്രി ഒരെണ്ണം അങ്ങനെ കൊടുക്കാറുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ 2 BDയും 2 TDS ആയിട്ടും അങ്ങനെയും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ പാറ്റൻസിന്റെ ഉപയോഗം കുറവാണ്. എന്നാലും അത്യാവശ്യമാണെങ്കിൽ 689 ഡ്രോപ്സ് നല്ലതാണ് ഹെയർ ഫോളിൽ നമുക്ക് വേണമെങ്കിൽ. പക്ഷെ ഇത്ര ദിവസം കൊണ്ട് ഹെയർ വരും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അത് 3 months ഒക്കെ എടുത്താൽ അതിനേക്കാളും നമുക്ക് നമ്മളെ പൊട്ടൻസി വർക്ക് ചെയ്യും. പക്ഷെ എന്നാലും എബ്രോഡ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അവർക്ക് പർച്ചേസ് ചെയ്യാൻ കുറച്ചും കൂടെ, നമ്മൾ പ്രിസ്ക്രിപ്ഷൻ കൊടുത്താൽ പർച്ചേസ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. പിന്നെ വന്നിട്ട് ഈ അമ്മയുടെ കാര്യം പറഞ്ഞല്ലോ, പ്രീമച്യൂർ ഗ്രേയിങ് ഓഫ് ഹെയറിൽ നമുക്ക് ധൈര്യമായിട്ട് ലൈക്കോ 200 ആസിഡ് ഫോഴ്സ് 200 അല്ലെങ്കിൽ ലൈക്കോ 30 ആസിഡ് ഫോഴ്സ് 30, അതും ഈ പറഞ്ഞ പോലെ രാവിലെ മാത്രം 2 ഡ്രോപ്സ് എടുത്താലും മതി. അതൊരു കുറച്ച് ദിവസം നമ്മൾ സ്ഥിരമായിട്ട് എടുത്തു വരുമ്പോഴത്തേക്ക് 2 ഡ്രോപ്സ് ആണ്. അതായത് ഓരോ മെഡിസിനും ഓരോ ഡ്രോപ്പ്. അതങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൗഡറിലാക്കാം, ആക്വയിലാക്കാം. നല്ല റിസൾട്ട് ഡയറക്റ്റ് എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ റിസൾട്ട്. നമ്മൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പൊട്ടൻസി യൂസ് ചെയ്യുമ്പോൾ
നമുക്ക് അതനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രമച്വർ ഗ്രേയിങ് വരുമ്പോഴത്തേക്കും ജബ്രാൻഡി, ആസിഡ് ടിഞ്ചറും സൊറേലിയ ടിഞ്ചറും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനും നമുക്ക് നല്ലതായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, DHT ബ്ലോക്കേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഹെയർ ലോസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പം അമൃതവേണി ഹെയർ ഓയിലിന്റെ പരസ്യം കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിൽ ഒരു ആൽഫ റിഡക്ടേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ആ പരസ്യത്തിൽ മമത അത് പറയുന്നുണ്ട്. ആക്ച്വലി നമ്മൾ അങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ അവർക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ, അല്ലെങ്കിൽ മറ്റവർക്ക് ഇതൊക്കെ ഉണ്ടല്ലേ. യഥാർത്ഥത്തിൽ നമുക്ക് ഇതൊക്കെ ഉണ്ട്. നമ്മളത് അത് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന മരുന്നൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ അതിന് ഇങ്ങനൊരു യൂസ് ഉണ്ട് എന്ന് കണ്ടെത്തേണ്ടുന്നത് നമ്മളെ ആവശ്യകതയാണ്. അപ്പൊ നമുക്കും ഈ പറഞ്ഞ മാതിരി DHT ബ്ലോക്കേഴ്സ് ഉണ്ട്. അതായത് ഈ DHT ആണ് പ്രൈമറി കോസ് ഓഫ് ആൻഡ്രോജനിക് അലോപീസിയ. അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അതിന്റെ പ്രൈമറി കോസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം ഇതിന്റെ ലെവല് നമ്മൾ കുറയ്ക്കുമ്പോൾ ഹെയർ ഫോളിക്കിളിന്റെ ആ ഒരു ലെവൽ, അതായത് ഹെയർ ഫോളിക്കിളിന്റെ സൈസ് മിനിയേച്ചറൈസേഷൻ നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹെയർ ലോസിന്റെ സ്ലോ ഡൗൺ ആവും. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് കൂടും ചെയ്യും. അപ്പൊ ഇത് നമുക്കറിയാം ടെസ്റ്റോസ്റ്റിറോണിൽ നിന്നാണ് ഈ DHA ഡിറൈവ് ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരു ജനറ്റിക് ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരിൽ അവരെ ഹെയർ ഫോളിക്കിൾസിൽ ഈ DHT എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആ ഹെയർ ഫോളിക്കിളായിട്ട് ബൈൻഡ് ചെയ്യും സ്കാൽപ്പിൽ. ആ ബൈൻഡ് ചെയ്ത് വരുന്ന സമയത്ത് അവിടെ ഒരു ആക്റ്റീവ് ഫേസ് സ്ട്രിങ്ക് ചെയ്ത് അത് ഷോർട്ടനായി പുറത്തേക്ക് പോകും. ഈ പ്രോസസ്സാണ് മിനിയേച്ചറൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ഹെയർ വീണ്ടും വീണ്ടും തിന്നായി പോകാറുണ്ട്. അപ്പൊ ഇത് നമ്മളെ 5-ആൽഫ റിഡക്ടേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മളെ മെഡിസിൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ടെസ്റ്റോസ്റ്റിറോൺ വന്നിട്ട് DHT ആയിട്ട് മാറൂല. അവിടെ ആ ബ്ലോക്കേജ് വരും. അപ്പൊ അങ്ങനെ ആ ബ്ലോക്കേജ് വരുമ്പോഴത്തേക്കും നമുക്കത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ആയിട്ട്, പക്ഷെ അത് നമ്മളൊരു 3 months കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ജബ്രാൻഡി, ആർണിക്ക, അതുപോലെ തന്നെ സബൽ സെർലേറ്റ, ഇത് 3 ടിഞ്ചറും വന്നിട്ട് നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ വന്നിട്ട് അതിലൊരു ചെറിയൊരു പോർഷനിൽ ഈക്വൽ പ്രപ്പോർഷനിൽ ആർണിക്ക, ജബ്രാൻഡി, സബൽ സെർലേറ്റ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അത് മിനിമൽ എമൗണ്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് ടിഞ്ചർ അല്ല, പൊട്ടൻഷ്യൽ ആണെങ്കിൽ ലോവർ പൊട്ടൻഷ്യൽ നമുക്ക് ഇന്റേണലി എടുക്കാനും പറ്റുന്ന റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷൻ ആണ്. പിന്നെ നമുക്ക് ആസിഡ് ഫ്ലൂർ 30 എല്ലാ ഫോർ ഓൾ ടൈപ്പ് ഓഫ് ഹെയർ ഫോളിനും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് ആസിഡ് ഫ്ലൂർ 30 എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സപ്ലിമെന്റ്സ് നമ്മൾ നോക്കുമ്പോൾ സ്പിരുലിന നമ്മൾ അല്ലാണ്ട് നോക്കുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്. യഥാർത്ഥത്തിൽ സ്പിരുലിന നമ്മൾ ടിഞ്ചറും ഉണ്ട്. ടിഞ്ചറും പിന്നെ കേശവർദ്ധിനി എന്ന് പറഞ്ഞ് അത് എത്ര പേര് മീൻസ് അങ്ങനെ കേശവർദ്ധിനി എല്ലാരും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് വന്നിട്ട് നമുക്കൊരു മെഡിസിൻ ഉണ്ട്, അതായത് സെൻട്രാതീരം പഞ്ചേറ്റം എന്നാണ്, അതായത് കേശവർദ്ധിനി സെൻട്രാതീരം പഞ്ചേറ്റം എന്നാണ് അതിന്റെ ആ ഒരു പേര്. അപ്പൊ അതും വന്നിട്ട് നമുക്ക് ഇന്റേണലി എക്സ്റ്റേണലി യൂസ് ചെയ്യാം. കാരണം ആയുർവേദയിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നായിട്ടാണ് അവർ അതിനെ പറയുന്നത്. പിന്നെ നമുക്ക് ഫിലാന്തസ് നെരൂരി, അതും ഈ പറഞ്ഞ പോലെ നമുക്ക് കീഴാർനെല്ലി ഉണ്ട്, അതും നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ലൊരു റിസൾട്ട്, ഈ ആന്റി DHT ബ്ലോക്കേഴ്സിൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് അതിൽ കിട്ടുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കറിവേപ്പില അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എന്ത് നെല്ലിക്ക, പിന്നെ ആംലോക്കി, പിന്നെ ഭൃംഗരാജ്, ബ്രഹ്മി, പിന്നെ വേപ്പ്, അല്ലെങ്കിൽ ചെമ്പരത്തി, ഉലുവ, ഫെനുഗ്രീക്ക്, കറ്റാർവാഴ, അല്ലെങ്കിൽ റോസ്മേരി, പെപ്പർമിന്റ്, ജിൻസങ്, ജോജോബ, അല്ലെങ്കിൽ അങ്ങനെ കുറെ ഇത് പക്ഷെ അറിയപ്പെടുന്നത് ആയുർവേദ മരുന്ന് എന്നുള്ള രീതിയിലാണ് ഇത് പൊതുവെ പുറത്ത് അറിയപ്പെടുന്നത്. ഇതെല്ലാം നമ്മൾ ഹോമിയോ മെഡിസിൻസും ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്തരം എന്തെങ്കിലും കോമ്പിനേഷൻസ് പറയുമ്പോൾ സാധാരണ പേഷ്യൻസ് പറയാറുള്ളത്, ഡോക്ടറെ ഹോമിയോ മരുന്ന് കഴിക്കാനല്ലേ നമ്മൾ വന്നത്, അല്ലെങ്കിൽ അത് ഹോമിയോയിൽ അങ്ങനെ ഉണ്ടോ? ഹോമിയോപ്പതി ജർമ്മനിയിൽ ഒറിജിനേറ്റ് ചെയ്തത് നമ്മളെ കുറ്റമല്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെയാണ് പറയാറ്, ഹോമിയോപ്പതി ജർമ്മനിയിലാണ് ഒറിജിനേറ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ ആ പേരുകളും അങ്ങനെ തന്നെ ആയിരിക്കും.
അപ്പൊ ഞാൻ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ആയുർവേദത്തിന്റെ പല പല സംഭവങ്ങളും സംസ്കൃതത്തിലല്ലേ എഴുതി വെച്ചിട്ടുള്ളത്? അതായത് സംസ്കൃതത്തിൽ നിന്ന് ആണല്ലോ ഇപ്പം നമ്മൾ റൈനോപ്ലാസ്റ്റി ഒക്കെ പണ്ട് ചരകൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചരക സംഹിതയും ബാക്കി കാര്യങ്ങളൊക്കെ ഏത് ലാംഗ്വേജിലാണ് എഴുതി വെച്ചിട്ടുള്ളത്? അത് തന്നെയാണ് അതിനുള്ള മറുപടി. ഇപ്പൊ ഭൃംഗരാജ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പൊ നീലാംബരി എന്തോ ആയിക്കോട്ടെ, നമ്മൾ അത് പറയുമ്പോൾ അവർ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് തരുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ, വേണമെങ്കിൽ ഒരു ബോർഡ് ഒന്നും കൂടെ നോക്കും, ഹോമിയോ തന്നെ അല്ലേ നമ്മൾ കാണിക്കാൻ വന്നത് എന്നൊരു ഫീല്. ഇതൊന്നും ആരെയും കുത്തകയല്ല, ഇതെല്ലാം നമ്മൾക്കും ഉള്ളതാണ്. പക്ഷെ നമ്മളേതായിട്ടുള്ള പേരിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ലക്ഷ്യം, അതായത് മാർഗം ഏതായാലും കുഴപ്പമില്ല, ലക്ഷ്യത്തെ സാധൂകരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഹെയർ ഫോൾ കേസ് കിട്ടുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ഹോമിയോക്കാർ ഉപയോഗിക്കുന്ന ഒരു ടിഞ്ചർ ആണോ അല്ലേ എന്ന്. പിന്നെ കരിഞ്ജീരകം ഞാൻ വിട്ടുപോയി, നൈജല്ല സറ്റേവ. അപ്പം സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നാണോ അല്ലേന്ന് ഞാൻ നോക്കാറില്ല. എന്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഇതുപോലെ എന്ത് കിട്ടിയാലും ഞാൻ അതിൽ ഹോമിയോപ്പതിയിൽ അത് ഉണ്ടോ നോക്കും, ഉണ്ടെങ്കിൽ അതിന്റെ യൂസേജ് നോക്കും. നമ്മൾ അങ്ങനെ നോക്കി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു എക്സാമ്പിൾ, ഇത് എന്തായാലും മുടിക്കാണ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന കുറെ നാടൻ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഹോമിയോപ്പതിയിലെ ടിഞ്ചറോ പൊട്ടൻസിയോ നോക്കുമ്പോൾ അതിൽ പക്ഷെ ഹെയറിന്റെ യൂസേജ് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ അത് നോർമലി ഉള്ള ബുക്സിൽ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. നമ്മൾ വീണ്ടും വീണ്ടും അത് ചെരിഞ്ഞു പോകുമ്പോൾ ഒരു റിസർച്ച് പേപ്പറെങ്കിലും നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഇനിയിപ്പോ അത് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നെല്ലിക്ക മുടിക്ക് നല്ലതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഉലുവ നമ്മളെ മുടിക്ക് നല്ലതാണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ അറിയുന്ന ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ, അങ്ങനെ അറിയുന്ന ഒരു കാര്യം, ഉലുവ നമ്മൾ തലയിൽ തേക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടിഞ്ചർ ഒരു 3 ഡ്രോപ്സോ 5 ഡ്രോപ്സോ ഡെയിലി വൺസ് അവർക്ക് നമ്മൾ അക്വയിൽ കൊടുത്തു എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. അവർക്ക് അതൊരു റെജുനേഷൻ ആണ്, അവർക്ക് അതൊരു ബൂസ്റ്റിംഗ് ഡോസ് മാത്രമാണ്. ഇങ്ങനെ നമുക്ക് ഏത് സാധനം വേണമെങ്കിലും അവർ കഴിക്കുന്ന മരുന്നുമായിട്ട് സൈഡ് ഇഫക്ട്സ് ഇല്ലാത്ത, അല്ലെങ്കിൽ കഴിക്കുന്ന മരുന്ന് നമ്മൾ കൊടുക്കുന്ന മരുന്നിനും ആൾട്രേഷൻ ഇല്ലാത്ത തരത്തിലുള്ള ഏത് മെഡിസിൻസും നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഹോമിയോപ്പതിക്കാർക്ക് കിട്ടിയിട്ട് ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു അനുഗ്രഹം, അല്ലെങ്കിൽ നമുക്ക് ഉള്ളൊരു പ്രിവിലേജ് എന്ന് പറയുന്നത്, നമുക്ക് ഏത് മരുന്ന് വേണമെങ്കിലും കൊടുക്കാം. അതായത് നമ്മൾ കൺവിൻസിങ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ ആ പേഷ്യന്റിന് റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ പാലിയേഷൻ കിട്ടും എന്ന് നമുക്ക് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മെഡിസിൻ വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ പൊട്ടൻസി സെലക്ഷൻ ആണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മൾ പേഷ്യന്റിന്റെ ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഫിസീഷ്യൻസിനും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വലൈസേഷൻ ഉണ്ട്. അപ്പൊ ആ ഇൻഡിവിജ്വലൈസേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അല്ലാതെ പരമ്പരാഗതമായ രീതിയിൽ, ഞാനത് വീണ്ടും വീണ്ടും എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പരമ്പരാഗതമായ രീതിയിലാണ് നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവൂ എന്ന് നിർബന്ധമില്ല. ആ ഒരു രീതി, ഇന്നലെ കളി നടന്ന വഴികളിൽ കൂടെ തന്നെ നമ്മൾ നടന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ നടന്നിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, അതാണ് എടുത്തു പറഞ്ഞത്. അങ്ങനെ നമ്മൾ അങ്ങനെ അങ്ങ് പോയി, എന്നിട്ട് അത് കിട്ടിയില്ല, കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല, നിങ്ങൾക്ക് കുഴപ്പമില്ല, പേഷ്യൻസിന് കുഴപ്പമില്ല എന്നുള്ളതല്ല. പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് നമ്മളെ എന്താണ് എല്ലാ ലോയും അല്ലെങ്കിൽ മയാസും ബാക്കി കാര്യങ്ങളും പൊട്ടൻസി സെലക്ഷനും റെപ്പറ്റേഷൻ ഓഫ് ഡോസും കെൻഡിയൻ ലോ ഓഫ് ക്യൂർ ഒന്നും അവർക്ക് അങ്ങനെ അറിയേണ്ട കാര്യം ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്യൂർ കിട്ടണം എന്നുള്ളതാണ്, അവർക്ക് ആശ്വാസം കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ആക്ച്വലി വളരെ ക്ലിയർ ആയിട്ട് ആൾക്കാരോട് പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മുടി വളരും അല്ലെങ്കിൽ നിങ്ങൾ ആ മുടിയുടെ പ്രശ്നം മാറും എന്നിപ്പോ പറയാറേ ഇല്ല. നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ 14 to 21 ഡേയ്സിൽ നിങ്ങൾക്ക് പുതിയ ഹെയർ ഫോളിക്കിൾസ് കാണാൻ പറ്റും. വിത്തൗട്ട് എനി എക്യുപ്മെന്റ് നിങ്ങളുടെ നേക്കഡ് ഐസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഇനി എന്ത് തരത്തിലുള്ള ഹെയർ ലോസ് ആണെങ്കിലും, അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും, വിതൗട്ട് എനി എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ, ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അതായത് നമ്മളുടെ ഒരു ഇതായിട്ട് നമ്മൾ പറയുന്നതാണ്, വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അത് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഹെയർ ഫാൾ ഫുള്ളായി മാറും എന്നുള്ളതല്ല, നിങ്ങൾ ബാൾഡ് ആയിട്ടുള്ള ആ ഒരു സ്കാൽപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു ഇതുണ്ട്, ഇത് ബേക്സന്റെ ഹെയർ റിവൈവർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പ്രേ ആണ്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്ന, ഇപ്പം പുറമേയൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർ, മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള ആൾക്കാർ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വന്നിട്ട്
ഈ ചിലപ്പം അവർക്ക് ഓൺ ടൈമിൽ മെഡിസിൻ എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഡോസേജ് നമ്മൾ എന്ത് മരുന്ന് കൊടുത്താലും ഡോസേജ് പ്രോപ്പർ ആവണമല്ലോ, അത് ഇമ്പോർട്ടന്റ് ആണല്ലോ. അത് പറ്റാത്ത ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ പറയുന്ന കേസസിൽ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിനും അതായത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ പൊതുവെ ഞാൻ കൊടുക്കാറില്ല. പക്ഷെ ഇന്റേണലി മെഡിസിൻ എടുക്കുന്നത് ഓൺ ടൈം അല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാണ് എന്ന് ഉള്ള ആൾക്കാർക്ക് ഞാനിത് കൊടുക്കാറുണ്ട്. ഇനി ഒരു പ്രോഡക്റ്റ് ഉള്ളത് 8 മിനിറ്റേ ഉള്ളേ. ആ ഇത് ഒരു ഹെയർ എയ്ഡ് ജെല്ലാണ് കേട്ടോ. ഇതും വന്നിട്ട് ബേക്സന്റെ ആണ്. ഇത് ആക്ച്വലി ഞാൻ ഹെയർ ഗ്രോത്തിനല്ല കൊടുക്കാറുള്ളത്. ഞാൻ ഇത് എനിക്ക് ഈ ക്ലാസ് ആയതുകൊണ്ട് ജസ്റ്റ് ഞാനിത് കൊടുക്കാറുള്ളത് എന്ന് പറഞ്ഞാല് അലർജി പേഷ്യൻസ് നമുക്ക് വരുമല്ലോ. അലർജി പേഷ്യൻസ് വരുമ്പോൾ മാൻഡേറ്ററി ആയിട്ട് ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. തലയിൽ എണ്ണ തേക്കാൻ പാടില്ല. തലയിൽ എണ്ണ, ഗോതമ്പ്, സോയാബീൻ, ഇത്തരം കാര്യങ്ങൾ കട്ടാണ്. ഇതെല്ലാം മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, ഇത്രയും കാര്യങ്ങൾ കട്ടാണ്. ഇത് കട്ടായ മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് മെഡിസിൻ കൊടുക്കുള്ളൂ. ആ കൊടുക്കുന്ന സമയത്ത് മുടി പാറിപ്പറന്ന് അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ട് അങ്ങനെ വരുന്ന ആൾക്കാർക്കാണ് ഇത് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഇത് ഹെയർ ഗ്രോത്തിനും കൊടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, അത് എഫക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. സോ എന്റെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇതിൽ ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടോ? ഡോക്ടർക്ക് ഇനി പറയാനുണ്ടോ? ഇനി മാഡം ഇതിനകത്ത് വന്നിട്ട് നമ്മള് മായാസം ആ ഒരു ലെവലിൽ നമുക്ക് എടുക്കണം. നമുക്ക് ഫോളോ അപ്പ് ഒരു ക്ലാസ് കൂടെ എടുക്കാം. കുറച്ച് കാര്യങ്ങളൂടെ പറയാം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇന്നത്തെ അല്ല, ഇനി ഇതിന്റെ തന്നെ ബാക്കി സപ്ലിമെന്റ്സ് മറ്റേ നമ്മളെ കാറ്റഗറൈസ് ചെയ്തുള്ള അത് ഇനി വരുന്നുണ്ടല്ലോ, മൂലകങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഏകദേശം ഒരു 33 മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് നമ്മളൊരു മൊത്തത്തിലുള്ള ഹെയർ ഗ്രോത്തിന് വേണം. അപ്പൊ അതൊക്കെ കൂടെ ചേർത്ത് നമുക്ക് ഇനി ഒരു ക്ലാസ് കൂടെ എടുക്കാം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. 6 മിനിറ്റ് ഉണ്ട്. അത്യാവശ്യം ആർക്കെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. പെട്ടെന്ന് ചോദിക്കണം, സമയമില്ല. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം, അതുപോലെ തന്നെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും സംശയങ്ങളൊന്നും ഇല്ലേ? അഭിപ്രായങ്ങളും പറയാം. നല്ല ക്ലാസ് ആയിരുന്നു ഡോക്ടർ. എന്തായാലും ഈ അലോപേഷ്യന് എത്ര വിഭാഗങ്ങളാണ്. അതിപ്പോ ഡോക്ടർ പറയുമ്പോഴാണ് നമ്മളത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. അതിനെ വേർതിരിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഓരോ റീസൺ വെച്ചും വേർതിരിച്ച് റീസൺ വെച്ചിട്ടും ഒരുപാട് നമ്മള് കഷണ്ടി അല്ലെ മുടി ഒഴിഞ്ഞു പോണെന്ന് നിസ്സാരമായി പറയുമ്പോഴും അതിനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഒത്തിരിയും തരത്തിലുള്ള അലോപേഷ്യ ഉണ്ട്. അപ്പൊ അതിന് ഒക്കെ ഉള്ള ഒരു പൊടിക്കൈകളും ഡോക്ടർ പറഞ്ഞ്. ടെസ്റ്റോസ്റ്ററോൺ ലോ ആയിട്ട് ഹെയർ ഫാൾ വരുന്ന ഗേൾസിന് ബാക്കി ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് നോക്കണം ഡോക്ടർ. ടെസ്റ്റോസ്റ്റിറോൺ ലോ ആയിട്ട് വരുന്ന കേസിൽ ഡോക്ടറെ നമുക്ക് വന്നിട്ട് വരുന്ന ഗേൾസ് എസ്പെഷ്യലി മെയിൽ പാറ്റേൺ, അത് ആൻഡ്രോജെനറ്റിക് അലോപേഷ്യയുടെ ഒരു കാറ്റഗറി ആയിട്ട് വരും. അത് വന്നിട്ട് ഗേൾസ് ആണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ഫീമെയിൽ ഹോർമോണൽ അസേ നോക്കുക. ആ ഫീമെയിൽ ഹോർമോണൽ അസേയിൽ വന്നിട്ട് ടെസ്റ്റോസ്റ്റിറോൺ മാത്രമേ കുറവായിട്ടുള്ളൂ എങ്കിൽ നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ തന്നെ കൊടുക്കാവുന്നതാണ്. ആ പൊട്ടൻഷ്യൽ നമുക്ക് അവൈലബിൾ ആണ്. പിറ്റ്യൂട്ടറി അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു സ്റ്റാൻഡേർഡ് ഗ്രോത്തും ബാക്കി കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഡോസ് പിറ്റ്യൂട്ടറിയും ഒരു ഡോസ് ഹൈപ്പോതലാമസും കൊടുത്തതിന് ശേഷം നമ്മൾ ടെസ്റ്റോസ്റ്റിറോൺ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ആർക്കും സംശയങ്ങളൊന്നും ഇല്ലേ? മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാരും ഇത്തിരി തണുത്തിരിക്കുകയാണ് കേട്ടോ. കറണ്ടിന്റെ വെൽക്കം ഡോക്ടർ. കറണ്ടിന്റെ ഇഷ്യൂവും പല സ്ഥലത്തും ഉണ്ട്. കാണുമായിരിക്കും. പിന്നെ ഇന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, എന്താണോ നമ്മൾ തേടി നടക്കുന്നത് നമ്മളെ തേടി എത്തും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. എന്റെ ഇന്നത്തെ ഒരു സന്തോഷം ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. എനിക്കിന്നൊരു പേഷ്യന്റ് മാഡത്തിന് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്കിന്നൊരു ഒരു പേഷ്യന്റ് ഗിഫ്റ്റ് തന്നെയാണ്. ഡോക്ടർ MN പിള്ള,
ഹോമിയോപ്പതി എന്ന് പറഞ്ഞൊരു ബുക്കാണ്, ഡോക്ടർ M.N. പിള്ള. ഇതിൽ എഴുതിയിരിക്കുന്ന അതായത് ഈ ബുക്കിന്റെ വില ₹5 എന്നാണ് എഴുതിയിരിക്കുന്നത്. കൊല്ലവർഷം 1109, അതായത് എനിക്ക് തോന്നുന്നു 1933, 32 ആ ഒരു റേഞ്ചിൽ എങ്ങാണ്ട് എഴുതിയിട്ടുള്ള ഒരു ബുക്ക്. ഫസ്റ്റ് എഡിഷൻ 1000 കോപ്പീസ് എന്ന് പറഞ്ഞ് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു പേഷ്യന്റ് അവരുടെ ഗ്രാൻഡ് ഫാദർ എന്തോ യൂസ് ചെയ്തിരുന്നതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ സെയിം പേഷ്യന്റ് തന്നെ കൊണ്ടുവന്ന വേറെ എന്തോ ഒരു ഹോമിയോപ്പതിക് മെഡിക്കൽ മിഷൻ, അതും ഈ 1953 അങ്ങനെ എഡിഷന്റെ ഒരു ഇയർ കൊടുത്തിട്ടില്ല. ആക്ച്വലി ഞാനിത് ഇപ്പം ടൈം ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ്. നോളജ് എപ്പോഴും ഷെയർ ചെയ്യാനുള്ളതാണ്. ഇതുപോലെയുള്ള ബുക്സ് കയ്യിലുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഒന്ന് ഇൻഫോം ചെയ്യാം. അതുപോലെ ഇതുപോലെയുള്ള റെയർ ബുക്സ് കയ്യിലുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് എല്ലാവർക്കും അത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോ മറ്റു ഡോക്ടേഴ്സിനൊന്നും സംശയങ്ങൾ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മറിയാമ്മ ഡോക്ടർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മറിയാമ്മ ഡോക്ടർ ഒരു ജാബറോണ്ടി ടിഞ്ചറും ആസിഡ് ടിഞ്ചറും വേറൊരു ടിഞ്ചറും കൂടെ പറഞ്ഞു ഏതാണെന്ന്. എന്തിനായിരുന്നു മാഡം പറഞ്ഞത്? ഞാൻ രണ്ട് മൂന്ന് ഭൃംഗരാജ് ആണോ? പ്രീമച്വർ ഗ്രേയിങ് ആണെങ്കിൽ സൊറാലിയ, ജബ്രാൻഡി ആസിഡ് ഫോസ് സൊറാലിയ പ്ലസ് കോക്കനട്ട് ഓയിൽ. വെൽക്കം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാനില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. കഷണ്ടിയെ കുറിച്ച് അല്ലെങ്കിൽ അലോപേഷ്യയെ കുറിച്ച് വളരെ നന്നായി ഒരു ക്ലാസ് എടുത്ത ഡോക്ടർ റിജി റഷീദിന് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ മറിയാമ്മ ജോണിനെ ക്ഷണിക്കും. നന്ദി ശൈല ഡോക്ടറെ. എന്തായാലും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് വളരെ വളരെ നല്ലൊരു ക്ലാസ്സും അതുപോലെ വളരെ പ്രയോജനമുള്ളൊരു ക്ലാസ്സുമാണ്. ഡോക്ടർ ഇത്രയും കാര്യങ്ങൾ അലോപേഷ്യക്ക് കാരണങ്ങൾ ഉണ്ടെന്നുള്ളത് അത് തന്നെ വളരെ വിശദമായിട്ട് ഡോക്ടർ പറഞ്ഞു തന്നു. ഒരു മഴ പെയ്ത് തീർന്ന പോലത്തെ ഒരു പ്രതീതി. അതുപോലെ ഡോക്ടർ എല്ലാം നല്ല സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും നമുക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ തന്നെ എല്ലാം പറഞ്ഞു തന്നു. അതിനുള്ള ഡോക്ടർ ചെയ്യുന്ന കാര്യങ്ങളും മരുന്നുകളും എല്ലാം എക്സ്റ്റേണലും എല്ലാം നമുക്ക് പറഞ്ഞു തന്നു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇതിന്റെ ബാക്കിയും കൂടെ നമുക്ക് കിട്ടണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എത്രയും വേഗം ഡോക്ടർ ഇതിന്റെ ബാക്കി ക്ലാസ്സുമായിട്ട് വരണം. ഇത്രയും നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് തന്ന ഡോക്ടർ ഡോക്ടർക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. പങ്കെടുത്ത മോഡറേറ്റർ ശൈല ഡോക്ടർക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ, സന്തോഷം. നന്ദി മറിയാമ്മ ഡോക്ടറെ. നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നല്ല ഒരു ക്ലാസ് എടുത്ത ഡോക്ടർക്ക് നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഇതിന്റെ ബാക്കി ഭാഗവുമായി എത്രയും വേഗത്തിൽ തിരിച്ചു വരണമെന്ന് ആശിച്ചുകൊണ്ടും ഇന്ന് സൂമിലുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.